വണ്ടിയിലെ സഞ്ചരിക്കുന്നവനല്ലേ മോനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സുകൾ മുഴുവനും കരഞ്ഞുപോയ രംഗമാണ് ഈ അടുത്തുണ്ടായ രണ്ട് അപകടങ്ങൾ. പടച്ചവനെ, ആലപ്പുഴ ജില്ലയിൽ പടച്ചവനെ ഡോക്ടറിന് പഠിക്കുന്ന 5 മക്കളാണ് ഒറ്റയടിക്ക് പോയത്. 5 വിദ്യാർത്ഥികൾ. പടച്ചവനെ, എന്തെല്ലാം പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത്. പടച്ചവനെ, 2 ദിവസം മുമ്പല്ലേ പാലക്കാട്. അല്ലാഹുവേ, പടച്ചവനെ, ആ പെൺമക്കളുടെ മുഖം ഓർമ്മ വരുന്നടോ. അല്ലാഹുവേ, ഒരുമിച്ച് പഠിച്ചും കളിച്ചും ചിരിച്ചും നടന്ന കൂട്ടുകാര് അവരെല്ലാം ഒരുമിച്ചായിരുന്നു. അവര് ബൈക്കിൽ പാഞ്ഞവരല്ല, അവര് കാറിൽ പാഞ്ഞവരല്ല. പടച്ചവനെ, റോഡിലൂടെ നടന്നുപോയ മക്കളല്ലേ സഹോദരാ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, നാളെ സ്വർഗത്തിന്റെ മുമ്പില് അവരും മാനയും ഉപ്പാനയും കാത്തു നിൽക്കണേ അല്ലാ. പടച്ച റബ്ബേ, അവരുടെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി സ്വീകരിക്കണേ അല്ലാ. സഹോദരാ, അപകടങ്ങൾ വല്ലാതെ പെരുകുകയാണ്. റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എങ്ങനെ ദുആ ചെയ്യുന്നവർ അതിന് ഉദാഹരണം അല്ലാഹു പറയുകയാ. അതിന്റെ ഉദാഹരണം അല്ലാഹു തന്നെ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടല് കാണുന്നവരാണ്, കടപ്പുറത്തു പോകുന്നവരാണ്. ആ കടലിന്റെ തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോ നമ്മളൊക്കെ അതിന്റെ അടുക്കലേക്ക് പോകാൻ വല്ലാത്ത പേടിയാണ്. പെട്ടുപോയാ രക്ഷപ്പെടില്ലല്ലോ. എന്നാ സഹോദരാ, നീ കടലിന്റെ നടുക്കോട്ട് പോയി നോക്ക്. കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാണ് മോനെ. ആ നടുകടലിലെങ്ങാണം ഒരു മനുഷ്യന് വീണുപോയാൽ, ആ നടുകടലിലെങ്ങാണം ഒരു മനുഷ്യന് വീണുപോയാ, എത്ര വലിയ നീന്തലറിയുന്നവനാണെങ്കിലും അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലടോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. ആ തിമിംഗലം എന്ന് പറയുന്ന മീന് അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മീനിന്റെ വയറ്റിലെങ്ങാണം ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയാലോ, ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീൻ ആ തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന് പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാ പെങ്ങള്? എന്നാൽ ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിലേക്ക് യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രവാചകന് പോവുകയാണ്. നടുകടലിൽ വലിച്ചെറിയപ്പെട്ടു. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ ഏറ്റവും വലിയ മീനായ തിമിംഗലം, ആ തിമിംഗലം കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിലാണ്. ആ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്താ യൂനുസ് എന്ന് പറയുന്ന മനുഷ്യന്, ആ പ്രവാചകൻ കിടക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടാനാ? ഞാനും നിങ്ങളും തലകുത്തി കിടന്ന് ചിന്തിച്ചാൽ 1% പോലും രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ലടോ. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാ. വനദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് എല്ലാ വഴികളും അടഞ്ഞപ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുന്നു, അല്ലാ
ഏതൊക്കെ വഴികളടഞ്ഞാൽ നിനക്ക് കഴിയുമല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഇതിനാ പെങ്ങളെ ദുആ എന്ന് പറയുന്നത്. ചെറുപ്പക്കാരാ, ദുആ എന്ന് പറയുന്നത് ഇതിനാണ്. ഇതാ പറഞ്ഞത് വയദഊനനാ റഗബൻ വറഹബാ. ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യണം. ഇങ്ങനെ പ്രതീക്ഷയോട് ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല, ആരൊക്കെ എന്നെ കൈയൊടിഞ്ഞാലും എന്റെ റബ്ബെന്നെ കൈയൊഴിയൂല. അല്ലാഹുവിന് ഒരു സെക്കൻഡ് മതിയല്ലോ, എന്റെ റബ്ബിനൊരു നിമിഷം മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് പേര് ഇവിടെയുണ്ടല്ലോ. നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ സഹോദരാ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ പ്രതീക്ഷയോടെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല സഹോദരിമാരെ. നമുക്ക് പക്ഷേ അങ്ങനെ ദുആ ചെയ്യുന്നവർക്കാ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുള്ളത്. ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയോ? നിരാശയാ സഹോദരാ, നിരാശയാ ചെറുപ്പക്കാരാ. പ്രതീക്ഷയില്ലടോ, നമുക്ക് പ്രതീക്ഷയില്ലടോ. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും.